ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി ഈദിനും പാർട്ടികളിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി റൈസാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ റൈസ് കഴിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു കിടിലൻ റെസിപ്പി തന്നെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു കബാലിയത്ത് റൈസ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ 2 കിലോ അരി വെച്ചിട്ടാണ് ഈ ഒരു റൈസ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 2 കിലോ ബസുമതി റൈസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് 1 മണിക്കൂർ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അപ്പോൾ റൈസ് ഒന്ന് കുതിർന്ന് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് വേണ്ട മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ വിറകടുപ്പിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു ഉരുളി അടുപ്പിൽ വെച്ചിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1 കിലോ സവാള അല്ലെങ്കിൽ ഒരു മീഡിയം സൈസിലുള്ള 8 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നന്നായിട്ട് തന്നെ വഴന്ന് വരട്ടെ. അപ്പോൾ സവാള പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഉപ്പയാണ് കേട്ടോ ഈ ഒരു റൈസ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഏകദേശം സവാളക്കൊന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്കൊരു 10 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയ എരിവൊന്നും ഇല്ലാത്ത മുളകാണ്, അതുകൊണ്ടാണ് 10 എണ്ണമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെടുക്കുന്നത് നല്ല എരിവുള്ള മുളകാണെങ്കിൽ ഒരു 8 എണ്ണമൊക്കെ മതിയാവും. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മാഗി ക്യൂബാണ്. അപ്പോൾ ഒരു പാക്കിൽ ഇതുപോലെ 2 ക്യൂബ് ഉണ്ടാവും. അപ്പോൾ 2 ക്യൂബും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 2 കിലോ അരി ആയത് കാരണമാണ് 2 ക്യൂബും ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ മന്തിയുടെ റെസിപ്പിയിൽ ഒരുപാട് പേര് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഈ മാഗി ക്യൂബ് എന്ന്. അപ്പോൾ ഒരുവിധം എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇപ്പോൾ മാഗി ക്യൂബ് എന്ന് ചോദിച്ചാൽ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ മാഗി ക്യൂബാണ് ഇതുപോലുള്ള റൈസിനൊക്കെ ടേസ്റ്റ് കൊടുക്കുന്നതും. അപ്പോൾ സവാളൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നാൽ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതും കൂടെ വഴന്ന് വന്ന സമയത്ത് അതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് വീഡിയോ റെക്കോർഡായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3 ടേബിൾ സ്പൂൺ കപ്സ മസാല കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 1.5 കിലോ ചിക്കനും കൂടെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള 1.5 കിലോ ചിക്കനും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് മിക്സാക്കിയിട്ട് അടച്ച് വെച്ച് കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ചിക്കനൊന്ന് വെന്ത് വരണം, അത്രയും നേരം ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ചിക്കൻ ഒരു ഹാഫ് വേവായ സമയത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പശുവിൻ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നിർബന്ധമൊന്നുമില്ല, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ചേർത്തു എന്ന് മാത്രം. അപ്പോൾ ചിക്കനൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 ക്യാരറ്റ് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞതും അതുപോലെ തന്നെ 2 മീഡിയം സൈസിലുള്ള ക്യാപ്സിക്കം നീളത്തിൽ അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഈ ഒരു മസാലയിലേക്ക് അവസാനം കുരുമുളക് പൊടിയും ക്യാരറ്റും ക്യാപ്സിക്കും കൂടെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നല്ലൊരു ഫ്ലേവറാണ് മസാലയ്ക്ക്. മസാല നല്ല ടേസ്റ്റാണ്. അപ്പോൾ നന്നായിട്ട് മിക്സാക്കിയിട്ട് അടച്ച് വെച്ച് ഒരു 3-4 മിനിറ്റ് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ക്യാരറ്റും ക്യാപ്സിക്കും കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരും പിന്നെ ഒരു പിടുത്തം മല്ലിയിലയും പുതിനയിലയും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഒരുപാട് വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുക. ഒരുപാട് ഡ്രൈ ആയി പോകണ്ട, ചെറിയൊരു ഗ്രേവി ടൈപ്പ് തന്നെ ആയിക്കോട്ടെ. ഇനി ഇത് അടച്ച് വെച്ച് വേറൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ഉപ്പും എരിവും കുറവുണ്ടെങ്കിൽ പാകത്തിന് ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് മിക്സാക്കി എടുക്കുകയും ചെയ്യാം. ഇനി ഇതിലേക്കുള്ള റൈസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇതുപോലൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നാൽ അതിലേക്ക് 5 ഏലക്കായ, ഒരു 6-7 ഗ്രാമ്പൂ, പിന്നെ ചെറിയൊരു കഷ്ണം പട്ടയും കൂടെ ചേർത്ത് ഒന്ന് റോസ്റ്റ് ആക്കിയിട്ട്, പിന്നെ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ പശുവിൻ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നെയ്ച്ചോറിനൊക്കെ എടുക്കുന്ന പോലെ നമ്മൾ എത്രയാണോ അരി അളന്നെടുത്തിട്ടുള്ളത് ആ ഒരു പാത്രത്തിൻ്റെ ഇരട്ടി വെള്ളം എടുത്തിട്ട് അതിൽ നിന്നൊരു 1.5 ഗ്ലാസ് വെള്ളം മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു വെള്ളത്തിലേക്ക് ഒരു കഷ്ണം മാഗി ക്യൂബും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് അടച്ച് വെച്ച് ഒന്ന് വെള്ളം തിളച്ച് വരണം, അതുവരെ വെയിറ്റ് ചെയ്യാം. പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ അത്യാവശ്യം ഉപ്പുണ്ടാവണം. ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക, വെള്ളം വറ്റിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ വെള്ളം ഏകദേശം തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കബ്സ മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ ചോറ് വെന്ത് വരുന്ന സമയത്ത് ഒന്ന് വേറിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് 2.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും 2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ബസ്മതി റൈസ് 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വെള്ളം വാർക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കണം. ഇനി ചോറ് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മസാലയിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ മസാല ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ചേർക്കുന്നതിന് പകരം ചോറ് ഏകദേശം വെന്ത് വരുന്ന സമയത്ത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. അപ്പോൾ ചോറ് വെള്ളമൊക്കെ വറ്റി കറക്റ്റ് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ ഒരു 3-4 പച്ചമുളക് ഇതുപോലെ കുത്തനെ ഇറക്കി വെച്ചിട്ട് അടച്ച് വെച്ച് ദം ചെയ്തെടുക്കണം. വിറകടുപ്പിൽ ഉണ്ടാക്കിയത് കാരണം മുകൾ ഭാഗത്ത് കുറച്ച് കനലിട്ടിട്ട് ദം ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോൺ സ്റ്റിക്ക് പാനിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് ചൂടാക്കി എടുത്താലും മതി. അപ്പോൾ ചോറും മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സെർവ് ചെയ്യാം. അപ്പോൾ ആദ്യം ചോറ് വിളമ്പിയിട്ട് അതിന് മുകളിലായിട്ട് മസാല ഇട്ട് കൊടുക്കാം. ഇനി മസാലയും ചോറും മൊത്തത്തിൽ ആദ്യം തന്നെ മിക്സ് ആക്കിയിട്ട് സെർവ് ചെയ്താലും ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു മസാല കൂടെ കൂട്ടിയിട്ട് കഴിക്കണം ചോറ്, അപ്പോഴാണ് ചോറിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. അടിപൊളി ടേസ്റ്റാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക്സ് ഒന്നും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. പിന്നെ നിങ്ങൾ 1 കിലോ അരി വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നതെങ്കിൽ ഈ ഒരു അളവിൻ്റെ എല്ലാ സാധനങ്ങളും ഇതിൻ്റെ പകുതി അളവിലെടുത്തിട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം. നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ല വീഡിയോസുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.